ഗുഡ് മോർണിംഗ്. 9ാം ക്ലാസ്സുകാർക്ക് ഇൻഫോ മിററിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ടോൾസ്റ്റോയ് ഫാം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇനി എടുക്കാനായിട്ട് പോകുന്നത്. നോട്ട്സ് നിങ്ങൾ ചോദിക്കുന്നുണ്ട്, ഒരുപാട് നോട്ട്സ് വേറെ പ്രിപ്പയർ ചെയ്യാനുണ്ട്, അതുകൊണ്ട് ഒട്ടും സമയം കിട്ടാത്തത് കൊണ്ടാണ്. സമയം കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നോട്ട്സ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, സമയത്തിൻ്റെ പരിമിതി ഉള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നേരിട്ട് തന്നെ ചാപ്റ്ററിലേക്ക് പോകാം. എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ടോൾസ്റ്റോയ് ഫാം. എഴുതിയിരിക്കുന്നത് മഹാത്മാഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ നിന്നുള്ള കുറച്ച് ഭാഗമാണിത്. അതിനുമ്പോൾ നമുക്ക് റീഡ് ആൻഡ് റിഫ്ലക്റ്റ് എന്നുള്ളത് നോക്കാം. We have been moved much by the maternal love shown by the Chinaman's wife. We have been moved much by the maternal love shown by the Chinaman's wife. Here is the universality of love practiced by Gandhiji that embodies all human values. അപ്പം എന്താണ്, നമ്മൾ നേരത്തെ നമ്മുടെ ആ ഒരു ചൈനാമാൻ്റെ ഒക്കെ മെറ്റേണിറ്റി എന്നുള്ള ചാപ്റ്റർ പഠിച്ചില്ലേ? അപ്പോൾ അവിടെ യൂണിവേഴ്സൽ ലവ് എന്നുള്ള കാര്യം അത് കൂടുതലായിട്ട് കാണിക്കുന്ന ആളാണ് നമ്മുടെ മഹാത്മാഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ വാല്യൂസിന് അദ്ദേഹം കൊടുക്കുന്ന ആ ഒരു വാല്യൂ ഒക്കെ ഇനി അങ്ങോട്ട് നമുക്ക് ഇതിൽ നോക്കാം. ദിസ് ഈസ് ആൻ എക്സ്ട്രാക്ട് ഫ്രം ഗാന്ധിജീസ് ഓട്ടോബയോഗ്രഫി ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത്. അല്ലേ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ എന്ന് നമ്മൾ പറയുന്ന ഗാന്ധിജിയുടെ ആത്മകഥയുടെ കുറച്ച് ഭാഗമാണ് ഇവിടെ. വെയർ ഹി ഡിസ്ക്രൈബ്സ് ഹിസ് ലൈഫ് വിത്ത് ദ ഇൻമേറ്റ്സ് ഓഫ് ദി ടോൾസ്റ്റോയ് ഫാം. ടോൾസ്റ്റോയ് ഫാം എവിടെയാണ്? സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെയും ഒക്കെ ലൈഫും അതിൻ്റെ കാര്യങ്ങളുമാണ് അദ്ദേഹം ഈ ഒരു ഭാഗത്ത് പറയുന്നത്. അപ്പോൾ ടോൾസ്റ്റോയ് ഫാം എന്താ നോക്കിയേ. ടോൾസ്റ്റോയ് ഫാം വാസ് എ കമ്മ്യൂണിറ്റി ഓഫ് ഇന്ത്യൻസ്. ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞത് ഒരു കമ്മ്യൂണിറ്റിയാണ്, ഇന്ത്യയിലെ ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. സ്റ്റാർട്ടഡ് ബൈ ഗാന്ധിജി ഇൻ ട്രാൻസ്വാൾ, സൗത്ത് ആഫ്രിക്ക ഇൻ 1910. അപ്പം ടോൾസ്റ്റോയ് ഫാം ആരംഭിച്ചത് 1910 എവിടെയാണ്? ട്രാൻസ്വാൾ, എവിടെ? സൗത്ത് ആഫ്രിക്കയിൽ. ഇറ്റ് ബിക്കൈം ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി ക്യാമ്പയിൻ ഓഫ് സത്യാഗ്രഹ. അദ്ദേഹത്തിൻ്റെ സത്യാഗ്രഹ മാർഗം എങ്ങനെയാണ്? നോൺ വയലൻസ്, അഹിംസ. അപ്പം അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സായി അവസാനം ഇത് മാറി. The farm 21 miles away from Johannesburg. ജോഹന്നാസ്ബർഗിൽ നിന്നും 21 മൈൽ ദൂരെയായിരുന്നു. Had been bought by Herman Kallenbach, one of Gandhiji's supporters. അദ്ദേഹത്തിൻ്റെ ഒരു സപ്പോർട്ടേഴ്സ് ആയിരുന്ന ഹെർമൻ കാലൻബാച്ച് ആയിരുന്നു. Both Kallenbach and Gandhiji were highly impressed by Tolstoy's writings. അപ്പോൾ ടോൾസ്റ്റോയ് ഫാം എന്ന് പേര് വന്നത് എങ്ങനെയാണ്? ഈ ഗാന്ധിജിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പാനിയനായിരുന്ന കാലൻബാച്ചും വളരെയധികം ഇംപ്രസ്ഡ് ആയിരുന്നു. ആരുടെ റൈറ്റിങ്സിലാണ്? നമ്മുടെ ടോൾസ്റ്റോയുടെ, ലിയോ ടോൾസ്റ്റോയുടെ. സോ ദേ ഡിസൈഡഡ് ടു നെയിം ദ ഫാം ആഫ്റ്റർ ടോൾസ്റ്റോയ്. അപ്പോൾ ടോൾസ്റ്റോയുടെ പേരിൽ എന്താ ആരംഭിക്കാമെന്ന് കരുതി? ഫാം ആരംഭിക്കാമെന്ന് കരുതി. അത് ഇൻമേറ്റ്സ് ഓഫ് ദി ഫാം വെയർ സ്കൂൾഡ് ബൈ ഗാന്ധിജി ഹിംസെൽഫ്. അല്ലേ, അവിടെ കൂടെ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ വിദ്യാഭ്യാസം നൽകിയത് ആര് തന്നെയായിരുന്നു? ഗാന്ധിജി തന്നെ ആയിരുന്നു. ഇനി നോക്കാം. As the farm grew, it was found necessary to make some provision for the education for its boys and girls. ഫാം എങ്ങനെയായി തുടങ്ങി? വലുതായി തുടങ്ങി. അപ്പോൾ എന്താവശ്യമായി വന്നു? അവിടെയുള്ള ബോയ്സിനും ഗേൾസിനും ഒക്കെ വിദ്യാഭ്യാസം വേണം എന്നത് ഒരു ആവശ്യമായി വന്നു. There were among these, അപ്പം അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ആരൊക്കെയുണ്ട്? ഹിന്ദു ഉണ്ട്, മുസൽമാൻ ഉണ്ട്, പാഴ്സി ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, ആൻഡ് സം ഹിന്ദു ഗേൾസ്. ഇത് എന്താണ്? ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിലും എല്ലാ മതവിഭാഗക്കാരും ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി ടു എൻഗേജ് സ്പെഷ്യൽ ടീച്ചേഴ്സ് ഫോർ ദം. എന്താണ്? അവർക്ക് ട്രെയിനിങ് കൊടുക്കാനായിട്ട് സ്പെഷ്യൽ ടീച്ചേഴ്സിനെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു അത്യാവശ്യമായിട്ട് ആർക്ക് തോന്നിയില്ല? പോസിബിളും അല്ലായിരുന്നു, അതൊരാവശ്യവുമായിട്ട് ആർക്ക് തോന്നിയില്ല? ഗാന്ധിജിക്ക് തോന്നിയില്ല. ഇറ്റ് വാസ് നോട്ട് പോസിബിൾ ഫോർ ക്വാളിഫൈഡ് ഇന്ത്യൻ ടീച്ചേഴ്സ് വെയർ സ്കേഴ്സ്. എന്താണ്? ഇന്ത്യൻ ടീച്ചേഴ്സ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യൻ ടീച്ചേഴ്സിൻ്റെ കുറവ് അവിടെ ഉണ്ടായിരുന്നു, അതൊരു കാരണമാണ്. ആൻഡ് ഈവൻ വെൻ അവൈലബിൾ, പക്ഷേ അവൈലബിൾ ആണെങ്കിൽ പോലും, ടീച്ചേഴ്സിനെ കിട്ടിയാൽ പോലും ഒരു കുഴപ്പമുണ്ട്. എന്താണ്? നൺ വുഡ് ബി റെഡി ടു ഗോ ടു ദ പ്ലേസ് 21 miles ഡിസ്റ്റൻസ് ഫ്രം ജോഹന്നാസ്ബർഗ് ഓൺ എ സ്മോൾ സാലറി. ജോഹന്നാസ്ബർഗിൽ നിന്നും 21 മൈൽസ് ദൂരെയുള്ള ഈ ഒരു പ്ലേസിൽ വന്ന് ജോലി ചെയ്യുക, വളരെ തുച്ഛമായ സാലറിക്ക് ജോലി ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോസിബിൾ ആയിരുന്നു. ഓൾസോ വി വെയർ സർട്ടൻലി നോട്ട് ഓവർഫ്ലോയിങ് വിത്ത് മണി. മാത്രമല്ല ഒരുപാട് പണം അവർ വാരിക്കോരി ചെലവാക്കാൻ അവരുടെ കയ്യിലില്ല. ആൻഡ് ഐ ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി ടു ഇമ്പോർട്ട് ടീച്ചേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ഫാം. എന്താണ്? ഫാമിന് പുറത്തുനിന്ന് ടീച്ചേഴ്സിനെ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുക. എന്താണ്? എക്സ്പോർട്ട് ഇമ്പോർട്ടോ എന്ന് പറഞ്ഞില്ല, ഇമ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങോട്ട് വരുത്തുക. അത് ഒരു നെസസറി ആയിട്ടുള്ള കാര്യമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല.
ഐ ഡിഡ് നോട്ട് ബിലീവ് ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. എന്താണ് ഇപ്പോഴത്തെ അന്ന് നിലനിന്നിരുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് എനിക്ക് വലിയ വിശ്വാസമില്ലായിരുന്നു. ആൻഡ് ഐ ഹാഡ് എ മൈൻഡ് ടു ഫൈൻഡ് ഔട്ട് ബൈ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റ് ദ ട്രൂ സിസ്റ്റം. അപ്പോൾ എന്താണ് നമ്മളെ അനുഭവങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ പഠിക്കുന്നതാണ് ആർക്കിഷ്ടം? ഗാന്ധിജിക്ക് ഇഷ്ടം. അതാണ് ട്രൂ സിസ്റ്റം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സത്യമായിട്ടുള്ള സിസ്റ്റം അങ്ങനെ വേണം. Only this much I knew, that under ideal conditions true education could be imparted only by the parents, and that then there should be the minimum of outside help. അപ്പോൾ എന്താ, എനിക്ക് ഇത്രയും കാര്യങ്ങൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ. എന്താ എനിക്ക് അറിയാമായിരുന്നത്? Only this much I knew, that under ideal conditions, വളരെ ഉചിതമായ സാഹചര്യങ്ങളിൽ true education could be imparted only by the parents. ശരിയായ വിദ്യാഭ്യാസം നൽകാൻ ആർക്കേ സാധിക്കൂ? രക്ഷകർത്താക്കൾക്കേ സാധിക്കൂ. ആൻഡ് ദാറ്റ് ദെൻ ദർ ഷുഡ് ബി ദ മിനിമം ഓഫ് ഔട്ട്സൈഡ് ഹെൽപ്പ്. അപ്പോൾ എന്ത് മതി? ആൻഡ് ദാറ്റ് ദെൻ ദർ ഷുഡ് ബി ദ മിനിമം ഓഫ് ഔട്ട്സൈഡ് ഹെൽപ്പ്. ഔട്ട്സൈഡ് പുറമേ നിന്നുള്ള സഹായങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിൽ, വളരെ ചെറിയ രീതിയിൽ മാത്രം മതി. ദാറ്റ് ടോൾസ്റ്റോയ് ഫാം വാസ് എ ഫാമിലി. അങ്ങനെ നോക്കിയാൽ ടോൾസ്റ്റോയ് ഫാം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുടുംബമാണ്. ഇൻ വിച്ച് ഐ ഓക്കുപ്പൈഡ് ദ പ്ലേസ് ഓഫ് ദി ഫാദർ. അപ്പോൾ ആ ഒരു ഫാമിലിയുടെ ഫാദർ എന്ന നിലയിൽ ആരാണുള്ളത്? ഗാന്ധിജി തന്നെയാണ്. ആൻഡ് ദാറ്റ് ഐ ഷുഡ് സോ ഫാർ ആസ് പോസിബിൾ ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ട്രെയിനിങ് ഓഫ് ദി. അപ്പം ഞാൻ എൻ്റെ തോളിൽ ചുമത്തി ആ ഭാരം എന്താണ്? കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള, എൻ്റെ കുടുംബത്തിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള ജോലി ആരേറ്റെടുത്തു? ഞാൻ തന്നെ ഏറ്റെടുത്തു. ദി കോൺസെപ്റ്റ് no doubt was not without its flaws. അപ്പോൾ എന്താണ് ഈ ഒരു കോൺസെപ്റ്റിൽ എന്ത് കാണില്ല? പോരായ്മകളൊന്നും കാണില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി എന്തുണ്ട്? പോരായ്മകൾ ഉണ്ട്. All the young people had not been with me since their childhood. അല്ലേ? ഇവിടെ വന്നിരിക്കുന്ന വളരെ കുഞ്ഞായിട്ടുള്ള ഈ ജനങ്ങൾ, ഈ കുട്ടികളൊന്നും കുഞ്ഞുനാൾ മുതൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നവരല്ല. They had been brought up in different conditions and environments. അല്ലേ? ഈ കുട്ടികളെല്ലാം വളർന്നത് പലതരത്തിലുള്ള സാഹചര്യങ്ങളിലും പലതരത്തിലുള്ള എൻവയോൺമെൻറ്റിലുമാണ്. ആൻഡ് they did not belong to the same religion. അവരെന്തുമല്ല, ഒരേ മതസ്ഥർ പോലും അല്ല. How could I do full justice to the young people? അപ്പം എനിക്ക് ആ കുട്ടികളോട് പൂർണ്ണമായ നീതി എങ്ങനെ പുലർത്താനായി സാധിക്കും? The circumstance, even if I assumed the place of പേറ്റർ ഫാമിലീസ്. അപ്പം എന്താണ്? പിതൃത്വ വഴിയിലുള്ള ഒരു കുടുംബമാണ് ഇത് എന്ന് ഞാൻ അങ്ങ് കൺസിഡർ ചെയ്തു. എന്താണ്? പിതൃത്വ വഴിയിലുള്ള ഒരു കുടുംബമാണ് ഇത് എന്ന് ഞാൻ കരുതിയാൽ പോലും അതൊന്നും ഇപ്പോൾ സാധ്യമല്ല എന്നാണ് പറയുന്നത്. But I had always given the first place to the culture of the heart or the building of character. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഗാന്ധിജി കൊടുത്ത ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്തിനാണ്? ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. ഒരാളുടെ ക്യാരക്ടർ മോൾഡ് ചെയ്യുക, അതിനാണ് ഞാൻ ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. And as I felt confident that moral training could be given to all alike. എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യം എന്താണ്? എല്ലാവർക്കും മോറലായിട്ടുള്ള ട്രെയിനിങ് ഒരുപോലെ കൊടുക്കാൻ പറ്റും. No matter how different their ages and their upbringing. എന്താണ്? അവരുടെ പ്രായമോ അല്ലെങ്കിൽ അവരേത് സാഹചര്യത്തിലാണ്, പല സാഹചര്യത്തിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരേത് സാഹചര്യത്തിൽ നിന്ന് വളർന്ന് വന്നവരാണ് എന്നുള്ള കാര്യം പോലും അതിവിടെ മോറലായിട്ടുള്ള, ധാർമ്മികപരമായിട്ടുള്ള ഒരു ട്രെയിനിങ് നൽകുന്നതിന് അതൊന്നും അവിടെ ബാധകമല്ല. I decided to live amongst them all the 24 hours of the day as their father. അപ്പം ഞാൻ എന്ത് തീരുമാനിച്ചു? 24 മണിക്കൂറും അവരോടൊപ്പം തന്നെ ജീവിക്കാൻ തീരുമാനിച്ചു. ആരെ പോലെ? അവരുടെ ഒരു പിതാവിനെ പോലെ. I regarded character building as the proper foundation for their education. അപ്പം ഞാൻ എന്ത് തീരുമാനിച്ചു? ക്യാരക്ടർ ബിൽഡിംഗ് ആണ് ഒരാളുടെ എഡ്യൂക്കേഷനുള്ള ആദ്യത്തെ ഫൗണ്ടേഷൻ, അടിത്തറ എന്നുള്ളത്. എന്താണ്? ക്യാരക്ടർ ബിൽഡിംഗ് ആണ്. ഇഫ് ദ ഫൗണ്ടേഷൻ വാസ് ഫേംലി ലേഡ്, നല്ല ശക്തമായ രീതിയിലാണ് അവിടെ ഫൗണ്ടേഷൻ കിട്ടിയതെങ്കിൽ, ഐ വാസ് ഷുവർ ദാറ്റ് ദ ചിൽഡ്രൻ കുഡ് ലേൺ ഓൾ ദി അതർ തിങ്സ് ദംസെൽസ് ഓർ വിത്ത് ദി അസിസ്റ്റൻസ് ഓഫ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താണ്? നല്ലൊരു ക്യാരക്ടർ ഉണ്ട്, നല്ലൊരു അടിത്തറയുണ്ട് എങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം അവർക്ക് ചെയ്യാൻ സാധിക്കുമെന്നെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഒറ്റയ്ക്ക് അവർക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരുടെ അസിസ്റ്റൻസോട് കൂടിയും അവർക്ക് മറ്റു കാര്യങ്ങളെല്ലാം ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നെനിക്ക് കോൺഫിഡൻസ് ഉണ്ടായി. അപ്പോൾ എന്താണ് അടിത്തറയായിട്ട് പറയുന്നത്? നമ്മുടെ ക്യാരക്ടറാണ്, അല്ലേ? ബിൽഡിംഗ് ഓഫ് ക്യാരക്ടർ. But as I fully appreciated the necessity of a literary training in addition. ഇനി അധികമായിട്ട് എന്തിൻ്റെ ആവശ്യം? എന്താണ്? സാഹിത്യത്തിൻ്റെ ഒരു പരിശീലനം, അതിൻ്റെ ആവശ്യം വന്നപ്പോൾ I started some classes with the help of Mr. Kallenbach and
പ്രാഗ്ജി ദേശായി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആരുടെയൊക്കെ സഹായം വേണ്ടി വന്നോ? പ്രാഗ്ജി ദേശായിയുടെയും കാലൻ ബാച്ചിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടി ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. Nor did I underrate the building of the body. അപ്പം ഞാൻ എന്താണ് ഒരാളുടെയും ശാരീരിക ക്ഷമത അത് എന്താണ് കുറച്ച് കണ്ടിട്ടില്ല, ഞാൻ ഒരിക്കലും അതും കുറച്ച് കണ്ടിട്ടില്ല. This they got in the course of their daily routine. അപ്പോൾ അവരുടെ ദിനചര്യയിൽ തന്നെ അവർക്ക് അതിനുള്ള ഒരു ട്രെയിനിങ്ങും കിട്ടിത്തുടങ്ങി. എന്തിനുള്ള? ബോഡി ബിൽഡിങ്ങിനുള്ള. ഫോർ ദെയർ വെയർ നോ സെർവൻസ് ഓഫ് ദി ഫാം. അപ്പം അവിടെ ആരില്ല, ആ ഫാമിൽ ഒരു സെർവൻറ്റും വേലക്കാരിയുമില്ല. ആൻഡ് ഓൾ ദി വർക്ക് ഫ്രം കുക്കിംഗ് ഡൗൺ ടു സ്കാവെഞ്ചിങ്. എന്താണ്? എല്ലാ ജോലികളും, പാചകമായിക്കോട്ടെ, സ്കാവെൻഡിങ് തോട്ടിപ്പണി എന്ന് പറയില്ലേ, അതും ആര് തന്നെ ചെയ്യണം? വാസ് ഡൺ ബൈ ദ ഇൻമേറ്റ്സ്. അവിടുത്തെ താമസക്കാർ തന്നെ ചെയ്യണം. There were many fruit trees to be looked after. ഒരുപാട് കായ്കനികളുള്ള ചെടികളെ നമ്മൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. ആൻഡ് ഇനഫ് ഗാർഡനിങ് ടു ബി ഡൺ as well. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഗാർഡനിങ് ഉണ്ട്, അത് നന്നായിട്ട് ചെയ്യണം. മിസ്റ്റർ കാലൻ ബച്ച് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ്. അപ്പോൾ അദ്ദേഹത്തിന് കൂടെയുള്ള മിസ്റ്റർ കാലൻ ബച്ച് എന്തായിരുന്നു? അദ്ദേഹത്തിന് ഗാർഡനിങ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൻഡ് ഹാഡ് ഗെയിൻഡ് സം എക്സ്പീരിയൻസ് ഓഫ് ദിസ് വർക്ക് ഇൻ വൺ ഓഫ് ദി ഗവൺമെൻറ്റൽ മോഡൽ ഗാർഡൻസ്. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിനൊരു സർക്കാർ മോഡൽ ഉദ്യാനത്തിൽ നിന്നും എന്തും ലഭിച്ചിരുന്നു? ഇതിനുള്ള ട്രെയിനിങ്ങും ഗാർഡനിങ്ങിനുള്ള ട്രെയിനിങ്ങും ലഭിച്ചിരുന്നു. ഇറ്റ് വാസ് ഓബ്ലിഗേറ്ററി ഓൺ ഓൾ യങ് ആൻഡ് ഓൾഡ് ഹു വെർ നോട്ട് എൻഗേജ്ഡ് ഇൻ ദ കിച്ചൺ ടു ഗീവ് സം ടൈം ടു ഗാർഡനിങ്. അപ്പോൾ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം എന്തായിരുന്നു? പ്രായമുള്ളവരായിക്കോട്ടെ, ചെറുപ്പക്കാരായിട്ടുള്ള കുഞ്ഞുങ്ങളായിട്ട് ആരായിക്കോട്ടെ, കിച്ചണിൽ ജോലി ഉണ്ട് ഇല്ല എന്തായാലും അവരെല്ലാവരും ഇതിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തേ പറ്റൂ എന്ന് അവിടെ നിർബന്ധമായ റൂള് ഉണ്ടായിരുന്നു. The children had the lion's share of this work. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗാർഡനിങ്ങിൻ്റെ ലയൺ ഷെയർ സിംഹഭാഗമാണ്. ഏറ്റവും കൂടുതൽ ആരാണ് ചെയ്തിരുന്നത്? കുട്ടികളാണ് ചെയ്തിരുന്നത്. വിച്ച് ഇൻക്ലൂഡഡ് ഡിഗിങ് പിറ്റ്സ്, ഫെല്ലിംഗ് ടിമ്പർ ആൻഡ് ലിഫ്റ്റിംഗ് ലോഡ്സ്. എന്താണ്? കുഴികൾ എടുക്കുന്നതായിക്കോട്ടെ, വിറക് വെട്ടുന്നതായിക്കോട്ടെ, അത് ചുമന്നുകൊണ്ട് വരുന്നതായിക്കോട്ടെ, ഇതൊക്കെ അവർ ചെയ്തു. ദിസ് ഗേവ് ദം ആംപിൾ എക്സർസൈസ്. അവർക്ക് നല്ല രീതിയിൽ അതുകൊണ്ട് എക്സർസൈസ് ഉണ്ടായിരുന്നു. ദേ ടുക്ക് ഡിലൈറ്റ് ഇൻ ദ വർക്ക് ആൻഡ് സോ ദേ ഡിഡ് നോട്ട് ജനറലി നീഡ് എനി അതർ എക്സർസൈസ് ഓർ ഗെയിംസ്. അവർക്ക് ഈ ഒരു ജോലി തന്നെ ധാരാളം മതി. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് വേണ്ടി വന്നില്ല? അധികമായിട്ടുള്ള എക്സർസൈസോ അല്ലെങ്കിൽ ഗെയിംസോ ഒന്നും അവർക്ക് ആവശ്യമായി വന്നില്ല. കുട്ടികൾക്ക് ആ ഗെയിംസിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവർക്ക് എന്താണ്? വളരെ ഡിലൈറ്റഡ് ആണ്, അവർ വളരെ ആഹ്ലാദഭരിതമായിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇരുന്നത്. ഓഫ് കോഴ്സ് സം ഓഫ് ദം ആൻഡ് സംടൈംസ് ഓൾ ദം മാലിംഗേർഡ് ആൻഡ് സ്ട്രിക്റ്റ്. എന്താണ്? ചില ആൾക്കാർ അല്ലെങ്കിൽ എല്ലാവരും ചില സമയത്ത് എന്താണ്? ഭയങ്കര മടി പിടിക്കുകയോ ഒഴിഞ്ഞു മാറുകയൊക്കെ ചെയ്തിങ്ങനെ നടപ്പുണ്ടായിരുന്നു. സംടൈംസ് ഐ കണ്ണീവ്ഡ് അറ്റ് ദെയർ പ്രാങ്ക്സ്. ചില സമയത്ത് എന്താ? അവരുടെ ഈ ഒരു മടിയും ഈ കള്ളത്തരവും ഒക്കെ ഞാൻ കണ്ടില്ല എന്നുള്ള രീതിയിൽ നടന്നു. ബട്ട് ഓഫൺ ഐ വാസ് സ്ട്രിക്റ്റ് വിത്ത് ദം. എങ്കിലും ഞാൻ അവരോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് നിന്നത്. ഐ ഡെയർ സേ ദേ ഡിഡ് നോട്ട് ലൈക്ക് ദ സ്ട്രിക്ട്നെസ്. ഐ ഡെയർ സേ, ഞാൻ തുറന്നു പറയുന്ന ഒരു കാര്യം എന്താണ്? ദേ ഡിഡ് നോട്ട് ലൈക്ക് ദി സ്ട്രിക്ട്നെസ്. അവർക്ക് എന്തിഷ്ടമല്ല? സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്നവർക്ക് ഇഷ്ടമല്ല. ബട്ട് ഐ ഡു നോട്ട് റിക്കലക്ട് ദെയർ ഹാവിങ് റെസിസ്റ്റഡ് ഇറ്റ്. പക്ഷെ അവരിങ്ങനെ ചെറുത്തു നിന്നതായിട്ട് ഞാൻ പറയില്ല. പക്ഷേ അവർ ചെറുത്തു നിന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഏതിനാണ്? അദ്ദേഹത്തിൻ്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യം, അത് ചെറുത്ത് അവർ നിന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അദ്ദേഹം സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ അവരത് വഴങ്ങുകയാണ് ചെയ്തത്. Whenever I was strict, I would by argument convince them that it was not right to play with one's work. Whenever I was strict, ഞാൻ എപ്പോൾ സ്ട്രിക്റ്റ് ആയിരുന്നു, I would ആ സമയത്ത് by argument convince them that it was not right to play with one's work. അല്ലേ? ജോലിയിൽ കള്ളത്തരം കാണിക്കുന്നത് ഒരു നല്ല കാര്യമല്ല എന്ന് ഞാൻ ആ കുട്ടികളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട്. The conviction would, however, be short-lived. The next moment, they would again leave their work and go to play. അപ്പം ഞാൻ എത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് അവരുടെ അടുത്ത് പറയുന്നതെങ്കിലും ആ ഒരു കൺവിൻഷൻ, ആ ഒരു തിരിച്ചറിവിന് അവർക്ക് കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ പെട്ടെന്ന് അവരത് മറന്നു പോകും. എന്നിട്ട് എന്ത് ചെയ്യും? അവരവരുടെ കളിയിലേക്ക് തിരിച്ചു പോകും. അല്ലേ? നമുക്ക് തന്നെ എന്താണ്, എക്സാമിൻ്റെ പേപ്പർ തരുമ്പോൾ ടീച്ചർമാർ കുറേ അങ്ങ് ഉപദേശിക്കും. എന്നിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യും? പേപ്പറൊക്കെ ഇങ്ങോട്ട് വാങ്ങിച്ച് വെച്ചിട്ട് ഇനി ഞാൻ ഇങ്ങനെ ചെയ്യത്തില്ല, നമ്മൾ ഭയങ്കര കരച്ചില്ല, നാളെ തൊട്ട് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് പോവും. വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ എന്താണ്, ഒന്ന് കുളിച്ച് ആഹാരമൊക്കെ ഒന്ന് കഴിച്ച് ഉറങ്ങി എണീക്കുമ്പോഴത്തേനും അതങ്ങ് മറന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? തലേന്ന് ദിവസം നമ്മൾ എന്തായിരുന്നോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെയ്യും. അല്ലേ? അതുപോലെയാണ് ഇവിടുത്തെയും കാര്യം. All the same, we got along and at any rate they built up fine physics.
ഓൾ ദ സെയിം വി ഗോട്ട് അലോങ് ആൻഡ് അറ്റ് എനി റേറ്റ് ദേ ബിൽഡ് ഫൈൻ ഫിസിക്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയായാലും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ശാരീരിക ക്ഷമത ഉണ്ടാകാൻ സാധിച്ചു. ദെയർ വാസ് സ്കേഴ്സ്ലി എനി ഇൽനെസ് ഓൺ ദ ഫാം. വളരെ കുറച്ച്, വളരെ അപൂർവമായി മാത്രമേ അവിടെ എന്തെങ്കിലും ആ ഫാമിൽ അസുഖങ്ങൾ വരാറുണ്ടായിരുന്നുള്ളൂ. ദോ ഇറ്റ് മസ്റ്റ് ബി സെഡ് ദാറ്റ് ഗുഡ് എയർ ആൻഡ് വാട്ടർ ആൻഡ് റെഗുലർ അവേഴ്സ് ഓഫ് ഫുഡ് വെയർ നോട്ട് എ ലിറ്റിൽ റെസ്പോൺസിബിൾ ഫോർ ദിസ്. അപ്പോൾ എന്താണ്, വളരെ നല്ല എയർ, അതുപോലെ തന്നെ വാട്ടർ, കൃത്യസമയത്ത് റെഗുലർ സമയത്തുള്ള ഫുഡ്, അതുപോലെ ഉണ്ടായിരുന്ന എക്സസൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിന് റെസ്പോൺസിബിൾ, ഇതിന് കാരണമായതെന്ന് നമുക്ക് പറഞ്ഞേ പറ്റൂ. അപ്പോൾ എന്താണ് ആ ഫാമിൻ്റെ ആ ഒരു കണ്ടീഷൻ, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ ഒരു ഗുഡ് എയർ ഉണ്ട്, അതുപോലെ വാട്ടർ, റെഗുലർ ഹവേഴ്സ് ഓഫ് ഫുഡ്, ഇതൊക്കെ അതിനൊക്കെ വളരെ ചെറിയൊരു റോൾ മാത്രമായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അല്ല, ഇങ്ങനെയുള്ളൊരു ശാരീരിക ക്ഷമത ഉണ്ടാക്കാനുള്ള റോള് അതിലെ ഈ ഒരു അന്തരീക്ഷത്തിനും അതുപോലെ തന്നെ ഫുഡിനും എക്സസൈസിനും ഒക്കെ ഉണ്ടായിരുന്നു. വേർഡ് അബൌട്ട് വൊക്കേഷണൽ ട്രെയിനിങ്. ഇനി വൊക്കേഷണൽ ട്രെയിനിങ്ങിനെ പറ്റി അത് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നു എന്നാണ് കേട്ടോ. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വൊക്കേഷണൽ ട്രെയിനിങ്. വേർഡ് അബൌട്ട് വൊക്കേഷണൽ ട്രെയിനിങ്. It was my intention to teach every one of the youngsters some useful manual vocation. അപ്പോൾ എൻ്റെ ഒരു ലക്ഷ്യം കൂടിയായിരുന്നു. എന്താണ്, എല്ലാ യങ്സ്റ്റേഴ്സിലെ എല്ലാവർക്കും ഏതെങ്കിലും ഒരു തൊഴിൽ, അവർക്ക് വേണ്ടി ഒരു തൊഴിൽ പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു കൈത്തൊഴിൽ പഠിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. ഫോർ ദിസ് പർപ്പസ്, ഇതിനു വേണ്ടി മിസ്റ്റർ കാലൻബാച്ച് വെന്റ് ടു എ ട്രാപ്പിസ്റ്റ് മൊണാസ്ട്രി ആൻഡ് റിട്ടേൺ ഹാവിംഗ് ലേൺ ഷൂ മേക്കിംഗ്. അപ്പോൾ അതിനുവേണ്ടി ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ആരാണ്? മിസ്റ്റർ കാലൻബാച്ച് എങ്ങോട്ട് പോയി? ഒരു ട്രാപ്പിസ്റ്റ് മൊണാസ്ട്രിയിലേക്ക് പോയി. അവിടെ നിന്ന് എന്ത് പഠിച്ചിട്ട് വന്നു? ഷൂ മേക്കിംഗ് പഠിച്ചിട്ട് വന്നു. ഐ ലേൺഡ് ഇറ്റ് ഫ്രം ഹിം. ഞാനത് അയാളിൽ നിന്നും പഠിച്ചു. ആൻഡ് ടോട്ട് ദ ആർട്ട് ടു സച്ച് എസ് വെയർ റെഡി ടു ടേക്ക് ഇറ്റ് അപ്പ്. അപ്പോൾ അത് പഠിക്കാൻ ആഗ്രഹമുള്ള എല്ലാവരെയും ഞാനത് പഠിപ്പിച്ചു. മിസ്റ്റർ കാലൻബാച്ച് ഹാഡ് സം എക്സ്പീരിയൻസ് ഓഫ് കാർപ്പൻട്രി. അപ്പോൾ അദ്ദേഹത്തിന്, കാലൻബാച്ചിന് എന്തുമുണ്ടായിരുന്നു? കാർപ്പൻട്രിയിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ദെയർ വാസ് അനദർ who knew it. അപ്പം അവിടെ താമസിച്ചിരുന്ന വേറൊരാൾക്കും എന്തറിയായിരുന്നു? തടിപ്പണി, കാർപ്പൻറ്ററിൻ്റെ ജോലി അറിയായിരുന്നു. സോ വി ഹാഡ് എ സ്മോൾ ക്ലാസ് ഇൻ കാർപ്പൻട്രി. അപ്പം ഞങ്ങൾക്ക് അവിടെ എന്തുമുണ്ടായിരുന്നു? കാർപ്പൻറ്ററിയിൽ ഒരു ചെറിയ ക്ലാസ്സും ഉണ്ടായിരുന്നു. കുക്കിംഗ് ഓൾമോസ്റ്റ് ഓൾ ദ യങ്സ്റ്റേഴ്സ് ന്യൂ. അപ്പോൾ അവിടെയുള്ള ഒരുവിധം എല്ലാവർക്കും എന്തറിയാം? കുക്കിങ്ങും അറിയാം. ഓൾ ദിസ് വാസ് ന്യൂ ടു ദം. പക്ഷേ ഇതെല്ലാം അവർക്ക് പുതിയ കാര്യങ്ങളായിരുന്നു. ദേ ഹാഡ് നെവർ ഈവൻ ഡ്രീംഡ് ദാറ്റ് ദേ വുഡ് ഹാവ് ടു ലേൺ ദീസ് തിങ്സ് സം ഡേ. അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കൽ അവർ പഠിക്കേണ്ടി വരും എന്നവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ഫോർ ജനറലി the only training that Indian children received in South Africa was in the 3 hours. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ ഇന്ത്യൻ ചിൽഡ്രൻ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അവർക്ക് പഠിക്കേണ്ടി വന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ആറുകൾ ആണ്. ഓൺ ടോൾസ്റ്റോയ് ഫാമിൽ we made it a rule that the youngsters should not be asked to do what the teachers did not do, and therefore when they were asked to do any work there was always a teacher cooperating and actually working with them. അപ്പോൾ എന്താണ് ഇവിടെ ഈ ഒരു ടോൾസ്റ്റോയ് ഫാമിൽ ടീച്ചേഴ്സ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ആര് ചെയ്തിരുന്നത്? കുട്ടികൾ ചെയ്തിരുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്തോട്ടെ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ ജോലികളും ചെയ്തിരുന്നത് ടീച്ചറിൻ്റെ കോർഡിനേഷനോട് കൂടി തന്നെ ആയിരുന്നു. ഹെൻസ് വാട്ട് എവർ ദ യങ്സ്റ്റേഴ്സ് ലേൺ ദേ ലേൺ ചിയർഫുള്ളി. അപ്പോൾ എന്തവർ പഠിച്ചോ അവരത് സന്തോഷത്തോടെ ചിയർഫുള്ളായിട്ടാണ് പഠിച്ചത്. എന്താണ്? അധ്യാപകർ കുട്ടികളോട് ഒരു ജോലി ചെയ്യുക. അപ്പം അധ്യാപകർ ചെയ്യാത്ത ഒരു ജോലി കുട്ടികളോട് ചെയ്യാൻ ആവശ്യപ്പെടാനായിട്ട് പാടില്ല. അധ്യാപകർ ചെയ്യുന്ന ജോലികൾ മാത്രമേ ആരും ചെയ്യാൻ പാടുള്ളൂ, കുട്ടികളും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ എന്ത് ജോലി ചെയ്താലും അതിന് ആരുടെ സഹായവും കൂടി ഉണ്ടായിട്ടുണ്ട്? അധ്യാപകരുടെ. അതുകൊണ്ട് തന്നെ അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ ഒരു ജോലി ചെയ്തിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോൾസ്റ്റോയ് ഫാം എന്നുള്ള ഈ ഒരു ചാപ്റ്ററിനകത്ത് ഉള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. പറ്റുമെങ്കിൽ ഗാന്ധിജിയുടെ ആത്മകഥ ഇംഗ്ലീഷും മലയാളവും എടുത്ത് വയ്ക്കുക. മലയാളവും ഇംഗ്ലീഷും കൂടി വായിച്ച് പഠിക്കുക. അപ്പം ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷൻ വായിച്ച് നോക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം ഇംഗ്ലീഷ് വായിക്കുമ്പോൾ നമുക്കത് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നാൽ മലയാളത്തിൽ മാത്രം വായിച്ചങ്ങ് മനസ്സിലാക്കിയാൽ പോരെ എന്ന് ചോദിക്കരുത്. കാര്യം ഇംഗ്ലീഷിൽ വായിച്ച് അർത്ഥം മനസ്സിലാക്കണം. അതിനുവേണ്ടിയാണ്, അതിനൊരു ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി, അതിനൊരു സഹായത്തിന് വേണ്ടി മാത്രമേ മലയാളത്തിലുള്ള ബുക്ക് നമ്മൾ എടുത്ത് വയ്ക്കാവൂ. എപ്പോഴാണെങ്കിലും ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അർത്ഥം മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ മാത്രം മലയാളം ബുക്കിൻ്റെ സഹായം തേടുക. അത് തേടി അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം ഒരു പ്രാവശ്യം കൂടി ഇംഗ്ലീഷിൽ വായിച്ച് നോക്കണം. പിന്നീട് അതിൻ്റെ കൂടെ തന്നെ അല്ല, കുറച്ച് സമയം കഴിഞ്ഞ് വായിച്ച് നോക്കുക. നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയേണ്ടേ അർത്ഥം. അങ്ങനെയൊക്കെയാണ് നമ്മൾ വായിച്ച് മീനിങ് പഠിക്കുന്നത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അടുത്ത വീഡിയോ
അടുത്ത വീഡിയോ ഉടനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. സമയം കിട്ടുകയാണെങ്കിൽ ഉറപ്പായും നോട്ട്സും തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ ചാനലിൽ 9ാം ക്ലാസ്സിന് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസിന് 9ാം ക്ലാസ്സിന് ഇപ്പം മെറ്റേണിറ്റി ആയാലും അതുപോലെ അതിൻ്റെ നോട്ട്സൊക്കെ ആയാലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പം സോങ് ഓഫ് എ ഡ്രീം ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ വളരെ വ്യൂവേഴ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് നമ്മൾ എടുക്കാത്തത്. അപ്പോൾ വ്യൂവേഴ്സ് കുറഞ്ഞതുകൊണ്ട് നമുക്ക് നഷ്ടം എന്നുള്ള രീതിയിലല്ല നമ്മൾ പറഞ്ഞത്. നമുക്ക് ഒരു കുട്ടി കാണുന്നെങ്കിൽ പോലും നമുക്കത് എടുക്കണം എന്ന് തന്നെയാണ്. പക്ഷേ ഒരുപാട് കുട്ടികൾ കാണുന്ന മറ്റ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ 3 തൊട്ട് +2 വരെ എടുക്കുന്നതിൽ 9 നമുക്ക് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നത്. മറ്റ് ക്ലാസ്സുകളുടെ കുട്ടികൾ അത്രത്തോളം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അവരത്രയും പേരും അത് കാണുന്നുണ്ട്, അവരത് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ മറ്റ് ക്ലാസ്സുകൾക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങൾ കാണുന്നവർക്ക് വേണ്ടി മാത്രമാണ് നമ്മളിപ്പോഴും സമയമില്ലെങ്കിൽ കൂടി അത് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് നമ്മുടെ ക്ലാസ് കൊണ്ട് ഗുണമുണ്ടെങ്കിൽ അത്രയും ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ചെയ്യുന്നത്. പക്ഷേ മറ്റ് ക്ലാസ്സുകൾക്ക് അത്രത്തോളം റിക്വസ്റ്റും അത്രത്തോളം ആവശ്യക്കാരും ഉള്ളത് കൊണ്ടാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിലൊട്ടും വിഷമിക്കരുത്. സമയം കിട്ടുന്നതനുസരിച്ച് എങ്ങനെയായാലും നിങ്ങളുടെ ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. മറ്റ് ക്ലാസ്സുകളുടെ നോട്ട്സ് കൊടുത്ത് തീർന്നതിന് ശേഷം ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇല്ല മറ്റ് സോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് നോക്കുക. നിങ്ങളുടെ സമയം നിങ്ങൾ ഒരിക്കലും വേസ്റ്റ് ആക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാനുള്ള എല്ലാ ശക്തിയും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.